വനിതാ നേതാവിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവമാണ്. കെ സുധാകരൻ KPCCയുടെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന രീതിയിൽ പുറത്താക്കിയതെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി ലിജുവാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. VD സതീശനെതിരെ കൃത്യമായി പറഞ്ഞാൽ വലിയ പൊള്ളുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് AICCയുടെ അതായത് അഖിലേന്ത്യാ കോൺഗ്രസിൽ അംഗമായ AICCയുടെ അംഗമായ സിമി റോസ്ബെൽ VD സതീശനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ചിട്ടിത്തട്ടിപ്പ് അടക്കമുള്ള വലിയ തോതിലുള്ള മണി ചെയിൻ ഇടപാടുകളെ കുറിച്ചെല്ലാം വലിയ തോതിലുള്ള ആരോപണങ്ങളെല്ലാം സതീശനെതിരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് റോസ്ബെൽ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. സിമി റോസ് പറഞ്ഞു വയ്ക്കുന്ന പല കാര്യങ്ങൾക്കും മറുപടി പറയാൻ VD സതീശനും കൂട്ടർക്കും സാധിക്കുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വലിയ തോതിൽ നമ്മൾ ചിന്തിച്ചാൽ കൃത്യമായി നടക്കുന്ന പല ഇടപാടുകളിലും പല ഇടപെടലുകളിലും ഇവർ നടത്തുന്ന പല നീക്കങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഈ പറയുന്ന വനിതാ നേതാക്കന്മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. VD സതീശനെതിരായി ഉയർത്തിയ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചാൽ താൻ തല മുണ്ടനം ചെയ്ത്, അതായത് ആ ആരോപണം വരാൻ കാരണം CPM-മായി ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് ഇവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇപ്പോഴത്തെ വളരെ കൃത്യതയോടുകൂടി തന്നെ വളരെ വ്യക്തമായി തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് സിമി റോസ്ബെൽ. അതായത് AICCയുടെ ഒരു മുതിർന്ന അംഗമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതായത് VD സതീശനും സംഘവും നടത്തിയിരിക്കുന്നത് സ്ത്രീകൾക്ക് കോൺഗ്രസിലെ സ്ഥാനങ്ങൾ കിട്ടണമെങ്കിൽ അവരുമായിട്ട് ചേരേണ്ട രീതിയിൽ ചേരണം എന്നുള്ള കാര്യങ്ങൾ സിമി റോസ്ബെൽ വളരെ പച്ചയായി തന്നെ തുറന്ന് പുറത്തേക്ക് വയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസിനെ അടിമുടി വിവാദത്തിലാക്കുന്ന നടപടിയാണ്. കാരണം പല കാര്യങ്ങളിലും പ്രവർത്തിക്കാത്തവരും ഇന്ന് വരെ അറിയാത്തവർ പോലും പലപ്പോഴും മഹിളാ കോൺഗ്രസിലും അതുപോലെ തന്നെ പല ഉന്നത മേഖലയിലും പല സ്ഥാനാർത്ഥികളായിട്ടും രംഗത്ത് വരുന്നു, പല സീറ്റിലും അവർ വരുന്നു. ഇവരെ ഇതിനു മുമ്പ് ആരും കേട്ടിട്ടില്ല. പക്ഷേ സജീവമായി പ്രവർത്തിക്കുന്ന, പോലീസിൻ്റെ ലാത്തിയടി കൊണ്ടും പട്ടിണി കിടന്നും അല്ലെങ്കിൽ സമരം നടത്തിയും എല്ലാം പ്രവർത്തിക്കുന്നവർ വീണ്ടും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുവരുന്നത്. ഇത്തരക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാക്കാനോ ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും ആരോപണവുമാണ് ഇവിടെ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും VD സതീശനും K സുധാകരനും മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് മതിയായ പരിഗണന നൽകാതെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മതിയായ രീതിയിൽ അർഹതപ്പെട്ട പരിഗണനയാണ് അവിടെ നൽകേണ്ടത്. അതല്ലാതെ പിന്നാമ്പുറത്തുകൂടെ കട്ടിലിൻ്റെ മറപൊക്കി അല്ലെങ്കിൽ ചെറ്റ പൊളിച്ച് വരുന്നവർക്ക് കൊടുക്കേണ്ട സ്ഥാനങ്ങളല്ല ബന്ധപ്പെട്ട പാർട്ടി പ്രവർത്തകർ പ്രവർത്തിച്ചു വരുന്നവർക്ക് കൊടുക്കേണ്ട സ്ഥാനങ്ങളാണ്. അല്ലെങ്കിൽ തങ്ങളുടെ എല്ലാം ഇഷ്ടം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ എല്ലാം താല്പര്യക്കാരായവരെ ഉയർത്തി വെച്ചുകൊണ്ട് ഇവർക്ക് സ്ഥാനങ്ങൾ നൽകുന്നതിനെ കുറിച്ചാണ് വളരെ വിശദമായി തന്നെ ഈ റോസ്ബെൽ അടക്കമുള്ള കാര്യങ്ങൾ അവർ അടക്കം മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും. ഇതിന് എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ എവിടെയാണ് ഒളിച്ചു കളിക്കുന്നത്? സർക്കാരിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന നിങ്ങൾക്കുള്ളിലെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാതെ നിങ്ങൾ ആരെയാണ് നന്നാക്കാൻ ഇറങ്ങുന്നത്? വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം പൊള്ളുന്ന ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ കത്തി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.